സമയം ഇപ്പോൾ ഏകദേശം 9:11 പ്രീ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റണത് ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇന്നലെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി. ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. എത്രത്തോളം അതിനെ ആക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് മാർക്കറ്റ് നോക്കിയതിന് ശേഷം, ഓപ്പൺ ആയതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഏകദേശം 9:22 ഇപ്പോൾ. നമ്മളൊരു എൻട്രി എടുത്തിരുന്നു. 25,450 കോൾ ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. റീസൺ എന്താണെന്ന് വെച്ചാൽ വ്യൂ നമ്മുടെ സോണിൽ നിന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. നമുക്കിനി എന്തായാലും വെയിറ്റ് ചെയ്യാം. 65 ക്വാണ്ടിറ്റിയാണ് എടുത്തത് ഒരു ലോട്ട്. ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു പക്ഷേ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഇനി അപ്സൈഡ് പോവുകയാണെങ്കിൽ ഇവിടുന്ന് നല്ലൊരു മുകളിലേക്കുള്ള മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലൂസ് ഹിറ്റ് ആവാനായിട്ട് താഴേക്ക് ഡിജക്ഷൻ കിട്ടിയിട്ട് വരാം. നേരെ റിവേഴ്സൽ തന്നെ വരാം താഴേക്ക്. വീണ്ടും നമ്മളുടെ എൻട്രിയുടെ ഓപ്പോസിറ്റ് വരാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക്, നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് താഴെ നമ്മുടെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ട്, അതായത് മാർക്കറ്റ് പണ്ട് ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ ഒരു ഫോള് വരികയെങ്കിൽ താഴത്തേക്ക് ഒരു ഹ്യൂജ് ഫോള് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ SL ഇട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് അല്ലെങ്കിൽ SL ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. നമ്മുടെ സ്പോട്ട് ചാർട്ടിൽ ഏകദേശം നെക്സ്റ്റ് അടുത്ത സോൺ വരെ നമ്മുടെ താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിന്ന് ഒന്നല്ലെങ്കിൽ റിവേഴ്സിൽ കിട്ടാം, അല്ലെങ്കിൽ വീണ്ടും താഴേക്ക് പോകാം. പക്ഷെ ഇപ്പം ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം എത്തിയ കാരണം സ്റ്റോപ്പ് ലോസ് ഒന്ന് നീട്ടി വെച്ചിട്ടുണ്ട്. നോർമൽ എടുക്കണ റിസ്കിനേക്കാളും ഒരു പോയിന്റ് കൂടുതൽ റിസ്ക് നമ്മൾ എന്തായാലും എടുക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ ഗ്യാപ്പിൻ്റെ ഓർഡറിൽ നിന്ന് റിവേഴ്സലാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റ് ആവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും എക്സിറ്റ് ആവാം.
നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത് റിവേഴ്സിലായില്ല, പകരം നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എത്തി സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇനി ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ വിചാരിച്ചിരുന്ന റിവേഴ്സലാണ്, കാരണം ഇന്നലത്തെ ലാസ്റ്റ് ടൈമിലുള്ള ചെറിയൊരു ബൈയിങ് പ്രഷർ കണ്ടപ്പോൾ നമ്മളൊരു രാവിലത്തെ മോർണിംഗിലത്തെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് തന്നിട്ടുള്ള അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് റിവേഴ്സിൽ വരും, ബയേഴ്സ് വരും എന്നുള്ള രീതിയിൽ നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തത്. പക്ഷെ അത് വന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് ആയിരുന്നു. നമ്മൾ അതിനുശേഷം ഒരു രണ്ടാമത്തെ എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 25,350 കോൾ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ റിവേഴ്സൽ എൻട്രി വിചാരിച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുത്തത്, റിവേഴ്സൽ ഇവിടുന്ന് പോകും എന്നുള്ള രീതിയിൽ. ഇതിന് ഏകദേശം ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ നമ്മൾ വയ്ക്കുന്ന സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എൻട്രി ആയിട്ടുണ്ട്, ചെറിയൊരു പ്രോഫിറ്റ് മൂവ്മെൻ്റ് നടക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് ഇവിടുന്ന്. ഇതിലൊരു 10 പോയിൻറ്റ്സിൻ്റെ അടുത്ത് മാത്രമേ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നുള്ളൂ. ലോസ് ആയ ഒരു 650 രൂപ അടുത്ത് ലോസ് എന്നുള്ള രീതിയിൽ. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഒരു പ്രോഫിറ്റ് ചെറുതായിട്ട് കാണിച്ചായിരുന്നു 1:1 വന്നപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്ന് ഉണ്ടാക്കിയ ചെറിയൊരു സിംഗിൾ ഓയിൽ നിന്ന് വീണ്ടും താഴേക്ക് തന്നെ മാർക്കറ്റ് വരുന്നുണ്ട്. സെയിം നമ്മുടെ സോണുണ്ട്. പോരാത്തതിന് ഇന്ന് നല്ല ഡീക്ക് ആ സമയമായപ്പോൾ ഡീക്ക് വരാനായിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ SL അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 to 4 പോയിൻറ്റ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് SL ഹിറ്റ് ആവാനായിട്ടുള്ളൂ. ഇനിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ എന്തായാലും SL ഹിറ്റ് ആവുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. SL ഹിറ്റ് ആവാനായിട്ട് 2-3 പോയിൻറ്റ്സ് തന്നെയാവും താഴത്തേക്ക് SL ഹിറ്റ് ആവാനായിട്ട്. നമ്മളിനി രണ്ടാമത്തെ എൻട്രി ആണിത്. ഇനിയിപ്പോൾ ഇതും കൂടി SL ഹിറ്റ് ആയാൽ ഒരെണ്ണം കൂടി എടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ SL ഹിറ്റ് ആയാലും തേർഡ് എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് സേഫ് ആയിട്ടാണ് ഈ എൻട്രി നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് കളയാനായിട്ടുള്ള അല്ലെങ്കിൽ മാക്സിമം ലോസ് വരേണ്ട ക്യാപിറ്റൽ ഇനിയും ബാക്കിയുണ്ട്. സോ നമുക്കൊരു എൻട്രിയും കൂടി എടുക്കാൻ നോക്കാം. ഓക്കെ, നമ്മുടെ SL ഹിറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമുക്ക് ഇനി അടുത്തൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ ഏകദേശം ഒരു സെയിം 25,350 കോൾ ഓപ്ഷൻ തന്നെ ഒരു 65 ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് വീണ്ടും. അത് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്സൈഡിലേക്ക് പോകാനുള്ളത്. ഒരു പക്ഷേ അപ്സൈഡിലേക്ക് പോകാം. ഞാനിപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ 200 EMI ആണ് വയ്ക്കുക. സെക്കൻഡ് ടാർഗറ്റ് മുകളിലത്തെ സോണും 25,400 425 ഏരിയയിൽ വരുന്ന സോണാണ് സെക്കൻഡ് ടാർഗറ്റ് വയ്ക്കുക. പക്ഷേ ഇതിലും ഒരു DKയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങി നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഒരു കോസ്റ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കിയുള്ള ക്യാപിറ്റലിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 2 ട്രേഡിലത്തെ ലോസ് മാത്രമേ ഇന്ന് നമുക്ക് ലോസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ലോസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ സോണിൽ നിന്ന് റിവേഴ്സിൽ തന്നു മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മുകളിൽ നമ്മളൊരു സോണുണ്ട്. ഇന്ന് 2-3 വട്ടം സെയിം സോണിൽ നിന്ന് റിജക്ഷൻ വന്നതാണ്. അതും കൂടി പ്രോപ്പറായിട്ടൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ തന്ന് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് വിശ്വസിച്ചിട്ട് അടുത്ത സോൺ വരെ അല്ലെങ്കിൽ അടുത്ത ടാർഗറ്റ് വരെ നമ്മൾ പോകുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നെടുത്ത ആ സെക്കൻഡ് ട്രേഡ് 25,350 കോൾ ഓപ്ഷൻ തന്നെയായിരുന്നു. അപ്പം അതിൽ നമ്മൾ ചെറിയൊരു 650 രൂപ വരെ ലോസ് ഉണ്ടായിരുന്നത് കവർ ചെയ്തിട്ട് ഇപ്പോൾ 100 വരെ ലോസിൽ പ്രോഫിറ്റിലേക്ക് കയറിയിട്ടുണ്ട്, 400 വരെ. അപ്പോൾ ഓവറോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ട്രേഡിൻ്റെ ലോസിൽ മാത്രമാണ്. സെക്കൻഡ് ട്രേഡും
ലോസ് ഓൾറെഡി കവർ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ള ക്യാൻഡിൽസിൻ്റെ മൂവിനനുസരിച്ചിട്ട് ഇപ്പോൾ ഉണ്ടാവുന്ന ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നാൽ നമുക്ക് സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ട് കോസ്റ്റിൽ കൊണ്ടുപോയി വയ്ക്കും. ഇനി അഥവാ വന്ന് ഹിറ്റ് ആയാലടക്കം നമുക്ക് ആദ്യത്തെ 2 ട്രേഡിൻ്റെ ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ട്രേഡ് നമ്മൾ കോസ്റ്റിൽ ഇറങ്ങും. വെയിറ്റ് ചെയ്യാം എന്തായാലും നമുക്ക്. ഒരു പ്രോഫിറ്റ് കാണിച്ചപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് കോസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സോണിൽ നിന്ന് 3-4 വട്ടം റിജക്ഷൻ തന്ന സെയിം സോൺ ബ്രേക്ക് ചെയ്തില്ല. റിജക്ഷൻ ക്യാൻഡിൽ വന്നിട്ട് ഇപ്പോൾ താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇത് വീണ്ടും താഴേക്ക് പോകാനുള്ള ചാൻസ് തന്നെയാണ് ഇന്ന് കൂടുതൽ. കാരണം ഇവിടുന്ന് ഇന്നൊരു സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ നല്ലൊരു സെല്ലിങ് കാണാൻ പറ്റും നമുക്ക്. പക്ഷെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിനടുത്ത് കോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പ്രോഫിറ്റ് കിട്ടുള്ളൂ. കാരണം നമ്മുടെ കോസ്റ്റ് വെച്ച സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ട് അവിടെ വരെ എത്തിയിട്ടുണ്ട്. വീണ്ടും അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ളൊരു DK കാരണം ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണില്ല നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ. സ്പോർട്സ് ചാർട്ട് മാത്രം മൂവ് ചെയ്യണുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ഇന്നത്തെ 3 ട്രേഡായി. അതിൽ 2 ലോസും 1 കോസ്റ്റുമായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് ലോസും കൂടി ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നുമില്ല. നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓൾമോസ്റ്റ് അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 3 ട്രേഡ്സ് എടുത്തതിൽ 2 ലോസും 1 കോസ്റ്റിലും നമ്മൾ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.